കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ്, നമ്മുടെ ഒരു പ്രിയ സഹോദരൻ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ഡെലിവറി സിസേറിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ തന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണെന്ന്. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമ്മളൊരു കാര്യങ്ങൾ പ്രതികരിക്കുമ്പം അതിനൊരു റിയൽ പ്രൂഫ് എന്തുകൊണ്ടാണ് ഹാജരാക്കാത്തത്? ഏത് ഡോക്ടർ എപ്പോൾ എവിടെ വെച്ച് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം അവർ തരുന്നില്ല. പിന്നെ ഡോക്ടറുടെ തരുന്ന ഒരു ഗർഭിണി പോകുന്ന അന്ന് തൊട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കൈ കൊടുക്കും. അതിൽ എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റ്, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് ടൈം, പിന്നെ എത്ര പ്രസവം നടന്നു, അതിലെത്ര ജനന പ്രസവം ഉണ്ടായി, എത്ര സിസേറിയൻ ഉണ്ടായി എന്നൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊരു സാധാരണക്കാർക്ക് വായിച്ചെടുക്കാൻ പറ്റില്ലെങ്കിലും ആ ഡോക്യുമെൻറ്റിൽ എഴുതിയിട്ടുണ്ടാവും. EDD എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റ്, LMP ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്. പിന്നെ ഇപ്പം നമുക്കൊരു കുട്ടിക്ക് നാലാമത്തെ ഗർഭമാണ്, 3 കുട്ടികളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ G3, നാലാമത്തെ G4, പിന്നെ എത്ര ലൈവായിട്ടുള്ള കുട്ടികളുണ്ട്, എത്ര സിസേറിയൻ നടന്നു എന്നൊക്കെ അവിടെ വ്യക്തമായിട്ട് ഷോർട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ ആ EDD നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റ് അല്ലെങ്കിൽ അപ്പുറത്ത് കാണിച്ചു തരാൻ, ഒരു പ്രിസ്ക്രിപ്ഷനെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നമ്മൾ വെറുതെ വായിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല, നുണയായിപ്പോവും. നുണ പറയലേ പാടില്ലാത്തതാണ്, മനസ്സിലായില്ലേ? നമ്മൾ പച്ച നുണകൾ ഇങ്ങനെ പറയുമ്പം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധാരണക്കാരുടെ ഊഹാപോഹങ്ങൾ വെച്ച് പറയാൻ പാടുണ്ടോ? ഒരു പദവിയിൽ നിൽക്കുന്നൊരു വ്യക്തിയൊന്നും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഒരു പ്രൂഫ് കൊണ്ടുവരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മെഡിക്കലി ആക്ഷൻ എടുക്കേണ്ടത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ എടുക്കേണ്ടതാണ്. അതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും, അതറിയേണ്ടതാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ അങ്ങോട്ട് വെച്ച് കാച്ചരുത്, മനസ്സിലായില്ലേ? എപ്പോഴും സൂക്ഷ്മത വേണം നമ്മൾ സംസാരിക്കുമ്പോൾ, മനസ്സിലായോ? ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അതാർക്കും പറ്റാം, എല്ലാ മനുഷ്യർക്കും അബദ്ധങ്ങൾ പറ്റാം. പക്ഷെ അബദ്ധങ്ങൾ പറ്റുമ്പം അതിൻ്റെ റിയാലിറ്റി അന്വേഷിച്ചിട്ട് അതിൻ്റെ ഇത് കിട്ടിയതിന് ശേഷമൊക്കെ പറയാൻ പാടുള്ളൂ. ഓക്കെ.